നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അങ്ങനെ ഒഴിയാപാതയെന്ന് നമ്മൾ കരുതിയിരുന്ന ആ ശല്യം നാളെ കൂടും കിടക്കെ എടുത്തുകൊണ്ട് വീട് വിടുക. വന്നിട്ട് 5-6 ദിവസമേ ആയുള്ളെങ്കിലും കൊതുകടി പോലെ വലിയ ശല്യമായിരുന്നു അവള്. ആ നാശം ഇതോടെ പോയി കിട്ടി. സന്തോഷ സൂചകമായി നമുക്ക് അവൾക്കൊരു സദ്യ കൊടുത്തു വിട്ടാലോ? സംഗതി കൊള്ളാം. അവക്ക് വേണ്ടി പ്രത്യേക സദ്യ ഒന്നും ഒരുക്കണ്ട. ഇന്നത്തെ ഭക്ഷണം നമുക്ക് കൊണ്ടുചെന്ന് അവക്ക് കൊടുക്കാം. ആ അത് ശരിയാ. സ്നേഹ സദ്യയായിട്ട് തന്നെ നമുക്ക് വിളമ്പാം. നമ്മള് വിളമ്പുമ്പോ അവിടുന്ന് ചിലതൊക്കെ ഇങ്ങോട്ട് വിളമ്പാനും സാധ്യതയുണ്ട്. അത് നേരാ. അവള് രഹസ്യങ്ങളുടെ ഒരു കലവറയാ. നമുക്ക് എല്ലാം തോണ്ടി മാന്തി എടുക്കാം. അത് തന്നെയാ വേണ്ടത്. എന്നാലും കെട്ടിലമ്മ ചമഞ്ഞിരുന്ന ആ നന്ദിനിക്ക് വേണ്ടത്ര കിട്ടി. അതെ അതെ, അച്ഛനും അമ്മയും എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ വിചാരം. അതെന്തായാലും പൊളിഞ്ഞു. ഇന്നത്തോടെ അത് തീർന്നു. അല്ല പിന്നെ അതെ, ഈ നാളെ മുതൽ നന്ദിനി അവളെ എവിടെ കൊണ്ട് നിർത്തും? എന്തായാലും ആഹാരമായിട്ട് നമുക്ക് ഔട്ട് ഹൗസിലേക്ക് പോവാം. അവളെ നന്നായിട്ടൊന്ന് കാണണം. ഇതെന്താ താലപ്പൊലി പോലെ? അതിന് താലപ്പൊലി നീ കണ്ടിട്ടുണ്ടോ മോളെ? പിന്നെ കാലടി അമ്പലത്തില്. ഓ, ഞങ്ങളെ നിനക്കുള്ള ആഹാരമായിട്ട് വന്നതാ. നിങ്ങളെന്താ ഇതും കൊണ്ട് ഇങ്ങോട്ട് വന്നത്? ഇതൊന്നും പതിവില്ലാത്തതാണല്ലോ. എന്താന്നറിയില്ല, നിന്നെ കണ്ടപ്പോ മുതലേ ഞങ്ങക്ക് നിന്നോട് പൊരിഞ്ഞ സ്നേഹമാ. അയ്യോ, പൊരിഞ്ഞ സ്നേഹമല്ല, അവിഞ്ഞ സ്നേഹം. അതല്ല, ഒരു പുന്നാരം. എന്ത് സ്നേഹം ആയിക്കോട്ടെ, എന്തായാലും സ്നേഹാണല്ലോ. ആര് കൊണ്ടുവന്നാലും ആഹാരം കഴിച്ചാ വയറ് നിറഞ്ഞാ പോരെ. അതാണ്. കഴിക്ക്, ആസ്വദിച്ച് കഴിക്കേട്ടാ. എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. കൊടുക്ക, എല്ലാ ഐറ്റംസും ഉണ്ട്, കഴിക്ക്. അതെ, ആ കസേര ഇങ്ങോട്ട് പിടിച്ചിട്ടേ ഇരുന്ന് കഴിക്കട്ടെ. മോളിങ്ങോട്ട് ഇരിക്കേ. അങ്ങനെ കഴിക്ക്. മുടിയൊക്കെ ഇല്ലാണ്ടായി. കഴിക്കേ. അയ്യോ, എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? കൊണ്ടുവന്ന് തന്നല്ലേ, കുറ്റം പറയാൻ പറ്റുമോ? അതുകൊണ്ട് കൊള്ളാം. പിന്നെ ഒരു കാര്യം സത്യമായിട്ട് പറയാം. സത്യം പറയാൻ പോകണോ? ഒരു കറിക്കും ഉപ്പില്ല. ഈ നാട്ടിലൊക്കെ ഉപ്പിന് ഭയങ്കര വിലയാണോ? പക്ഷെ താങ്ക്സ്. സത്യത്തിലേ മോളുടെ അമ്മ ആരാ? ദൈവമേ. പിന്നെ സത്യത്തിലേ നീ ആരാ? ഞാൻ മീനാക്ഷി. അയ്യോ, ഞാനേ എന്റെ അമ്മയുടെ മകളാ. എന്റെ അമ്മയെന്ന് വെച്ചാ എന്റെ അച്ഛന്റെ ഭാര്യ. ഓ, അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. അറിയാമെങ്കിൽ പിന്നെ എന്തിനാ ചോദിക്കുന്നേ? അയ്യോ, നിന്റെ അമ്മയുടെ പേരാണ് ഞങ്ങൾ ചോദിച്ചത്. പേരോ? വരട്ടെ, നിന്റെ നാവിന്ന് ഒഴുകി പോരട്ടെ. ഈ മുട്ടയും കൂടെ പേരും മാധവി, മന്ദാകിനി, നന്ദിനി നീ തമ്മിലെ എങ്ങനെയാ കണ്ടുമുട്ടിയത്? നിന്നെ വണ്ടി ഇടിച്ചിട്ടൊന്നുമില്ല, നീ സ്കൂട്ടറിൽ നിന്ന് വീണല്ലേ? വേണ്ട വേണ്ട വേണ്ട, ഇവിടെ കിടന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ദൈവമേ, പിടിക്ക. എഴുന്നേക്ക്, ഹോസ്പിറ്റലിൽ പോ. അയ്യോ അമ്മേ, എന്റെ കൈ പോയി. അമ്മേ, അയ്യോ എനിക്ക് വയ്യായി. അയ്യോ, എന്നെ കാറടിച്ച് തെറിപ്പിച്ച് എന്റെ കൈയും കാലൊക്കെ ഒടിഞ്ഞ്.
എന്റെ ജീവിതം നശിച്ചു പോയി. എന്റെ കൈയും കാലൊക്കെ പോയില്ലേ. അയ്യോ. അയാളൊന്ന് കരയാതിരിക്കി. തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. കയ്യും കാലൊക്കെ അതേ സ്ഥാനത്ത് തന്നെ ഉണ്ട്. എന്നെ ഇടിച്ച് തെറിപ്പിച്ചത് ACP ആയതുകൊണ്ടല്ലേ ഡോക്ടർ പാർഷ്യാലിറ്റി കാണിക്കുന്നത്? ഞാനൊരു പാർഷ്വാലിറ്റിയും കാണിച്ചിട്ടില്ല. ഇയാളൊന്ന് അടങ്ങി കിടക്കാനല്ലേ പറഞ്ഞോളൂ. അയ്യോ, എന്റെ കൈയും കാലും ഒടിഞ്ഞേ. അയ്യോ, എന്നെ കാറടിച്ച് തെറിപ്പിച്ച. അയ്യോ, കാറടിച്ച് തെറിപ്പിച്ചെങ്കിൽ താനിപ്പോ ബാക്കി ഉണ്ടാവുമായിരുന്നോ? അയ്യോ, എന്റെ കൈയും കാലും പോയേ. ഈ കുട്ടി സാറിന്റെ ആരാ? ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവാ. ഓ, എന്തായാലും എക്സ്റേ ഒന്ന് വന്നോട്ടെ. നിങ്ങളൊന്ന് പുറത്തേക്കിരിക്കൂ. ശരി ഡോക്ടർ. ദൈവമേ. അയ്യോ, എന്റെ ലൈഫ് പോയേ. അയ്യോ, എല്ലാം തകർന്നു പോയേ. എന്റെ കൈ പോയേ. ഇവളെങ്ങനെ വന്ന് നമ്മുടെ വണ്ടിയുടെ മുന്നിൽ ചാടി? അതാ ഞാനും ആലോചിക്കുന്നത്. ചെമ്പകമംഗലത്ത് നിന്ന് നമ്മൾ പോരുമ്പോ ഇവളവിടെ നിൽപ്പുണ്ടായിരുന്നില്ലേ? അതെ, ആ സ്കൂട്ടർ നമ്മുടേതാ. അതും എടുത്തോണ്ട് കറങ്ങാൻ ഇറങ്ങിയതായിരിക്കും. ഏതായാലും അവൾക്കൊന്നും പറ്റിയിട്ടില്ല. വെറുതെ കിടന്ന് കരഞ്ഞ് ഷോ കാണിക്കുന്നത്. അവള് മനഃപൂർവ്വം വണ്ടിക്ക് മുന്നിലേക്ക് വന്ന് ചാടിയതാ. ഞാൻ വ്യക്തമായി കണ്ടതാ. എന്നിട്ട് വളരെ സേഫ് ആയിട്ട് വീഴുകയും ചെയ്തു. അവൾ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ദൈവമേ, അവള് നമ്മുടെ പിന്നാലെ തന്നെ വന്നതാ. നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്നറിയാൻ. അതെനിക്ക് ഉറപ്പാ. ആ ഡോക്ടർ. ആ കുട്ടിയോട് കിടന്ന് ബേളം വെക്കേണ്ട ഒരു കാര്യമില്ല. ഫ്രാക്ചർ ഒന്നും കാണുന്നില്ല. ആ കാണുന്ന ചതവേ ഉള്ളൂ. പേടിക്കാനൊന്നുമില്ല. താങ്ക് യു ഡോക്ടർ. ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ, തട്ടിപ്പ അവളുടെ. ഇവരെവിടെ പോയി? കാണുന്നില്ലല്ലോ. ദൈവമ വന്നേ നോക്കാം. അയ്യോ, എന്റെ രണ്ടു കാലിന് മാരക വേദന. സഹിക്കാൻ വയ്യേ. അയ്യോ, എനിക്ക് സഹിക്കാൻ വയ്യേ. എന്റെ കാലൊക്കെ ഇപ്പൊ ഇളകി പോവേ. അയ്യോ, ഇഞ്ചക്ഷൻ തന്നിട്ടൊന്നും രക്ഷയില്ല. ഈ ഡോക്ടറും കൂടെ വന്നവരൊക്കെ എന്നെ ഉപേക്ഷിച്ചോ? അയ്യോ, നിന്റെ വായൊന്ന് അടച്ചു വെക്കടി. ഇത് ഹോസ്പിറ്റലാ, അല്ലാതെ ചന്തയൊന്നുമല്ല. അയ്യോ, നിനക്ക് ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അതെ, ആ ഡോക്ടറിനൊന്നും അറിഞ്ഞൂടാത്തോണ്ട് പറയുന്നതാ. പുറമേ പരിക്കൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. കാലും കൈയൊക്കെ ഉള്ളില് പീസ് ആയിട്ട് കിടക്കുക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.